ഈശോ ശരിയായിരിക്കട്ടെ. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ഈ രണ്ടാം ദിവസം നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഈശോയുടെ വംശാവലി ഒന്ന് പഠിക്കാം. അതിൽ ബോവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോവാസ് ഓബദിൻ്റെ പിതാവും ഓബദ് ജസ്സയുടെ പിതാവും ജസ്സെ ദാവീദ് രാജാവിൻ്റെ പിതാവാണ്. ഈ ബോവാസിൻ്റെ പേര് വംശാവലിയിൽ വരാൻ രണ്ട് സ്ത്രീകളാണ് കാരണം. ഒന്ന് റൂത്തും മറ്റേത് ബോവാസിൻ്റെ അമ്മയായ റഹാബും. നമ്മൾ റൂത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ മോവാബിയ ദേശക്കാരിയാണ്. അവൾ തൻ്റെ സ്വന്തം ജനത്തെയും തൻ്റെ നാടിനെയും വിട്ട് അമ്മായിനിയായ നവോമിയോട് കൂടെ ഇസ്രായേൽ ദേശത്തേക്ക് വരുന്നു. അവിടെ ബോവാസിൻ്റെ വയലിൽ കാലപറിക്കുകയും പിന്നീട് ബോവാസിൻ്റെ ഭാര്യയുമായി തീരുന്നു. അതേപോലെ തന്നെ റാഹാബ് ജോഷുവ അയച്ച ചാരന്മാർക്ക് അഭയം നൽകി ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്തേക്കുള്ള പ്രവേശത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ഈ രണ്ട് വ്യക്തികളെയും എടുത്തു നോക്കുമ്പോൾ അവരുടെ പശ്ചാത്തലങ്ങൾ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പക്ഷേ അവരുടെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പക്ഷം നിന്നപ്പോൾ ഈശോയ്ക്ക് ജനിക്കുവാനായി ഒരു വംശാവലി ഒരുക്കുമ്പോൾ ദൈവം ഈ രണ്ടുപേരെയും ഈശോയുടെ മുത്തശ്ശിമാരായി തിരഞ്ഞെടുക്കുന്നു. നമ്മളും നമ്മുടെ തീരുമാനങ്ങളിൽ എപ്പോഴും ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ അനുഗ്രഹപ്രദമായി തീരും. അപ്പോൾ ഈ ക്രിസ്മസിൽ നമുക്ക് പ്രത്യേകം ഓർക്കാം, നമ്മുടേതായ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണോ അതോ നമ്മുടെ സ്വന്തം തീരുമാനങ്ങളാണോ എന്ന്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.